പവിത്രമായ റജബിന്റെ ഓരോ ദിവസങ്ങളിലും നല്ലതുപോലെ കടന്നു വരുമ്പോ അല്ലാഹുവേ നമുക്കൊരുപാട് മഹത്വങ്ങളുണ്ട്. ഇന്ന് ഒന്നായി നമ്മൾ പരിഗണിക്കുമ്പോ ഇന്നത്തെ ദിവസം മുതൽ രണ്ടാമത്തെ പത്തില് ഇന്ന് മുതല് ഇനിയുള്ള 10 ദിവസങ്ങൾ ഈ ഉള്ള റജബിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ ചൊല്ലേണ്ടെന്ന് ഏതെന്നറിയുമോ? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. എല്ലാവരും എന്റെ കൂടെ ചൊല്ല്, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. ഈ പവിത്രമായ ദിക്റാണ് ആദ്യത്തെ 10 ചൊല്ലേണ്ടുന്നത്. എല്ലാ ദിവസവും അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ 70 പ്രാവശ്യം ചൊല്ലണം. പിന്നെ 100 തവണ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം ആദ്യത്തെ 10. ആയത്തെ 10ലാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള ദിക്ർ. നമ്മളത് ചൊല്ലാൻ വേണ്ടി കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ ദിക്ർ ഒരാൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് വരാനിരിക്കുന്ന ഏതെല്ലാം വിപത്തുകളുണ്ടോ, ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ, ഏതെല്ലാം വിഷമങ്ങളുണ്ടോ, അതെല്ലാം ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു മാറ്റുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ 10 100 തവണ ചൊല്ലണം. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം ചൊല്ലി നോക്ക്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. നല്ല മനസ്സോടുകൂടി ഒന്നാമത്തെ 10 ചൊല്ലാ മറക്കണ്ട. എത്ര പ്രാവശ്യമാണ്? 100 തവണയാണ് ചൊല്ലേണ്ടുന്നത്. രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. ഒന്നാമത്തെ 10 നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ 10 100 തവണ ചൊല്ലണം. ഈ 10 കൂടാതെ രണ്ടാമത്തെ 10 നമ്മൾ അപ്പോ ഇത് ചെല്ലണ്ട. ആ 10 വന്നാൽ ഈ ദിക്ർ ചെല്ലണ്ട. പിന്നെ ഈ പറഞ്ഞ ദിക്ർ മാത്രം ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹി അൽ അഹദിസ് സമദ്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് രണ്ടാമത്തെ റജബിന്റെ രണ്ടാമത്തെ 10 ഓരിശയേറിയ പുണ്യമേറിയ 10കളാണ്. അതുകൊണ്ട് ഈ റജബിൽ നല്ലതുപോലെ കടന്നു വന്നാൽ അല്ലാഹു ഒരുപാട് പ്രതിഫലം തരുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ 10 ചൊല്ലേണ്ടുന്നത് എന്താണ്? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അല്ലാഹുവേ രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. മൂന്നാമത്തെ 10 100 തവണ ചൊല്ലണം. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. നല്ലതുപോലെ നിങ്ങളത് ചൊല്ലിയാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. വെറും തുച്ഛമായ സമയം 100 തവണ, അത് ഇന്ന സമയമൊന്നുമില്ല. ആ ഒരു ദിവസത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ആ കിട്ടുന്ന സമയത്ത് ഈ ദിക്റുകളൊന്ന് ചൊല്ലണം. അത് ജീവിതത്തിന് അടുത്തൊരു കൊല്ലം വരെ വലിയൊരു മുതൽക്കൂട്ടാണ്, വല്ലാത്തൊരു മുതൽക്കൂട്ടാണ്. അല്ലാഹു ഈ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് മഹാരഥന്മാര് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഔലിയാക്കൾ, സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ ഒരാൾ വഫാത്തായാൽ, മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വിളിച്ചു പറയും, അല്ലാഹ് പടച്ചവനെ, ഇന്ന് ദാറുസ്സലാമിന്റെ ഈ മജ്ലിസിൽ എന്റെ സഹോദരങ്ങളെ, ഇന്നെന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ഉള്ള മാസത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. എന്ത് നമ്മൾ മരിക്കൂന്നുള്ളത്? അല്ലാഹ് ഈ മാസത്തിൽ മരിക്കാനാ? അങ്ങനല്ല ചോദിക്കുക. ഈ മാസത്തിൽ മരിക്കാനാണ്.
ചോദിക്കൂല. ഈ മാസത്തിൽ ആരെങ്കിലും മരിക്കാൻ പറയുമോ? ഇല്ല. എന്നാൽ ഈ മാസത്തിൽ ഒരാള് അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടവനീത് അല്ലാഹ് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങ് വിട പറഞ്ഞാൽ അല്ലാഹുവേ അവനെത്ര ഭാഗ്യവാനാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വിളിച്ചു പറയുന്നു, പടച്ചവരെ പരിശുദ്ധമായി റജബില്, ഈ പവിത്രമായ ഈ റജബില് നല്ലതുപോലെ കടന്നു വന്നവനാണ്, സന്തോഷത്തോടെ വന്നവനാണ്. അല്ലാഹുവേ നിന്റെ അടുക്കലേക്ക് നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് 6 അടി മണ്ണിലേക്ക് അവൻ കടന്നു വന്നവനാണ്. അവനെ എടുക്കല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പവിത്രമായ റജബിൽ അവന് വിട പറഞ്ഞാൽ അവനിക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കുന്നത് റഹ്മത്തിന്റെ മാലാകമാരാണ്. ഇതിനേക്കാൾ സന്തോഷം വല്ലതും. ഈ മാസത്തിലാണ് മരിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കഥകളെടുത്ത് പരിശോധിച്ചു നോക്ക്. പരലോകത്തോട് വിട പറഞ്ഞത് ഈ അത്യത്ഭുതങ്ങളുടെ ഈ മാസത്തിലാണ്. ഒരുപാട് ഔലിയാക്കളുടെ കഥകൾ പറയാനുണ്ട്. അബ്ദുർ റസാഖ് മസ്താൻ നമ്മുടെ ഈ തൊട്ടടുത്താണ് കണിയാപുരം. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മഹാരഥന്മാരെയൊക്കെ പറ്റി. അവരെ കണക്കുള്ള ഔലിയാക്കൾ ലോകത്തോട് വിട പറഞ്ഞത് ഇതുപോലത്തെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലാണ്. നമ്മൾ ആശിക്കണം നല്ല സ്ഥലങ്ങളിൽ, നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹ് എന്റെ ആത്മാവ് ഇപ്പൊ തന്നെ പിരിയോന്നല്ല, എന്റെ മക്കളെ കണ്ട് എന്റെ കൊതി മാറിയിട്ടുണ്ട്, എന്റെ കൊതി മാറിയിട്ടില്ല എന്നല്ല. അല്ലാഹുവേ എപ്പോഴും ദുആ ചെയ്യണമല്ലാ, നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് എന്നെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ വഴിയോരത്ത് കിടത്തി മരിപ്പിക്കല്ല അല്ലാ. നാൽക്കാലികളെ ചത്തുപോകുന്നത് പോലെ, നാൽക്കാലികൾ വെള്ളമിറങ്ങാതെ നാക്ക് പുറത്തു വന്ന് കണ്ണ് പുറത്തു വന്ന് നാൽക്കാലികൾ ചത്തുപോകുന്നത് പോലെ ചത്തുപോകുന്നൊരു ഗതികേട് നീ എനിക്ക് തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ലോകത്തിൽ നിന്ന് വിട പറയാൻ തൗഫീഖ് തരണേ അല്ലാ. എപ്പം മരിച്ചാലും നല്ല സ്ഥലത്ത് നല്ല സമയത്ത് വെച്ച് മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അങ്ങനെ എത്ര ആളുകൾ ദുആ ചെയ്യുമോ? പരിശുദ്ധമായ മക്കത്ത് വെച്ച് ദുആ ചെയ്യുമോ? കാരണം എന്താ ചെയ്യാ? ഒരു പേടി കാരണം ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ് ഇവിടെ. ചില ആളുകൾ മിണ്ടൂല. കാരണം എന്താ? അവിടെ വെച്ച് ദുആ ചെയ്തത് അവിടെ നിന്നും കാണും. പിരിഞ്ഞാൽ എന്റെ മക്കളെ കാണാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ? അവിടെ വന്ന് ചൊല്ലാൻ ആഗ്രഹം വേണം, അവിടത്തെ മണ്ണിൽ ഉറങ്ങാൻ ആഗ്രഹം വേണം. അല്ലാഹുവേ മനസ്സുകൊണ്ട് കൊതിക്കുന്ന എത്ര ആളുകളാണ്. അല്ലാഹ് ബഗ്ദാദിന്റെ മണ്ണിൽ നിന്നൊരാള് കടന്നു വന്നിട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് പറയുന്നു, റബ്ബേ എന്നെ തിരിച്ച് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് വിടല്ല റബ്ബേ. ഇവിടെ അള്ളാന്റെ പ്രവാചകർ കിടക്കുന്ന ഈ പരിശുദ്ധമായ ഈ സ്ഥലത്ത് അല്ലാഹുവേ തൊട്ടടുത്താണ് ജന്നത്തുൽ ബഖീഅ്. ആ ജന്നത്തുൽ ബഖീഇലും നമ്പി വിശ്രമം കൊള്ളാം. എനിക്ക് തൗഫീഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിച്ചുകൊണ്ട് കരഞ്ഞപ്പോ ആ ഉറക്കത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കൊതിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് 100 തവണയാ നമ്മൾ ചൊല്ലേണ്ടുന്നത്. എന്നാൽ എല്ലാ ദിവസവും ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ റജബില് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. പിന്നീട് എവിടെന്നോ അല്ലാഹ് റജബിന്റെ എല്ലാ ദിവസത്തിലും ഈ റജബ് കഴിയുന്നത് വരെയും നമ്മൾ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് കടന്നു വരണം. 70 തവണയാണ്. മൂന്നാമത്തതോ സുബ്ഹാനല്ലാഹ് അല്ലാഹുവേ 1-ാമത്തെ 10-ലാണ് ചൊല്ലേണ്ടുന്നത്. ഇന്ന് മുതൽ നമ്മൾ പതിവാക്കണം 100 തവണ. അതിന് സമയമൊന്നുമില്ല, എപ്പോഴെങ്കിലുമായി ചൊല്ലണേ. 1-ാമത്തെ 10-ൽ ചൊല്ലാനുള്ളത് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം
എന്ന പവിത്രമായ ദിക്ർ ചൊല്ലണം. രണ്ടാമത്തെ പത്തിലാണെങ്കിലോ 100 തവണ നമ്മൾ ചൊല്ലാനുണ്ട്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. മൂന്നാമത്തെ പത്തിലാണെങ്കിലോ സുബ്ഹാനല്ലാഹിർ റഊഫ്. ഈ ദിക്റുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഈമാനിന്റെ മാധുര്യമുള്ളവരാണ്, സന്തോഷത്തിന്റെ കുളിർമഴ ഉള്ളവരാണ്. പടച്ചവനെ, ഈ പവിത്രമായ റയ്യുള്ള റജബിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ് ചെറുപ്പക്കാരാ, നമ്മൾ സന്തോഷമുള്ളവരാണ് പെങ്ങളെ. കാരണം എന്തെന്നറിയുമോ? നമ്മളൊക്കെ ദുആരക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബാരിക് ലനാ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. അവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. പോരാ, റജബില് മാത്രം പോരാ, ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. അതും പോരാ റബ്ബേ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ആ റമളാനിന്റെ പുണ്യങ്ങളിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. വവഫിഖ്നാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഫീഹി ലിസ്സിയാമി, ആ മാസത്തിൽ നോമ്പ് നോക്കാനോ, വതിലാവത്തിൽ ഖുർആൻ, നല്ലതുപോലെ ഖുർആൻ പാരായണം ചെയ്യാനും നിസ്കരിക്കാനുമുള്ള ദുആ. ഈ ഉള്ള ചെറിയ ദുആയിനോടൊപ്പം ഇതുകൂടെ കൂട്ടിച്ചേർക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അവിടം വരെ ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലണം. വവഫിഖ്നാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഫീഹി ലിസ്സിയാമി, അല്ലാ ഈ മാസത്തിൽ നോമ്പ് നോക്കാനും, ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി, തറാവീഹ് നിസ്കരിക്കാനും, നിന്നുകൊണ്ട് നിസ്കരിക്കാനും, വതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവേ നിന്റെ ഖുർആൻ പാരായണം ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആരന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. പക്ഷേ അതിനുള്ള മനസ്സ് സമയം നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടുള്ള സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കണം, ഇല്ലേ? അതുകൊണ്ടാണ് അവിടുന്ന് നല്ല നീയത്ത് ഖൽബിന്റെ തട്ടിൽ വേണമെന്ന് പറഞ്ഞത്. എന്തിനാണ് പെങ്ങളെ? ഒരുപാട് പറയാൻ നമുക്കുണ്ട്, ഒരുപാട് പറയാൻ നമുക്കുണ്ട്. അസറിന്റെ സമയമായി കൊണ്ട് കടന്നു വരികയാണ്, അതുകൊണ്ട് ചുരുക്കിയിട്ട് വരികയാണ്. അല്ലാഹ് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലു. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അല്ലാഹു നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ എല്ലാവരും അങ്ങനെ നല്ലതുപോലെ ഈ മാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان
وفقنا فيه للصيام والقيام وتلاوة القرآن اللهم ربنا اغفر لنا وارحمنا ولوالدينا ربنا رب ارحمهما كما ربونا صغارا അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ ചെയ്യണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാഹ് സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ് പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ഈ പരിശുദ്ധമായ ദാറുസ്സലാമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നു അല്ലാഹ് അവരാരെയും നീ തട്ടല്ല അല്ലാഹ് അവരാരെയും നീ പാരാക്കല്ല അല്ലാഹ് ജീവിതത്തിൽ പ്രത്യേകമായി നിന്റെ റഹ്മത്തുകള് നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ് സന്തോഷത്തിന്റെ വഴികൾ നീ തുറക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈമാനില്ലാത്തൊരു വഴികളിലൂടെ ഞങ്ങളൊരാളെയും നീ നടത്തല്ലേ അല്ലാഹ് വർഷങ്ങളോളം വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു രോഗവും തരല്ല തമ്പുരാനെ അല്ലാഹുവേ ഈ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ അവർക്ക് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാഹ് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ആരെയും മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ തരല്ല റബ്ബേ അല്ലാഹുവേ മരിക്കുന്നത് വരെ കാല് തളർത്തി കിടത്തല്ല പടച്ചോനെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് റബ്ബേ അവരുടെ കണ്ണിന്റെ കാഴ്ച കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് രാജസയ്യിദാവായ അല്ലാഹ് ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തവർ അല്ലാഹ് എത്തിച്ചു കൊടുത്തവർ പുതുതായി കടന്നു വന്ന സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.